എന്തിനാ കണ്ണ? എന്താണ്? നോക്കിയേ ക്യാമറയിലേക്ക് നോക്കിയേ. ക്യാമറ കണ്ട പിന്നെ ചിരിക്കുള്ളൂ അല്ലേ? നോക്കിയേ ക്യാമറ കണ്ട പിന്നെ ചിരിക്കുള്ളൂ കണ്ണ. നോക്കിയേ ക്യാമറയിലേക്ക് നോക്കിയേ. ചിച്ച് ഇഞ്ചിനമ്മടെ മോങ്കഞ്ഞ് ഇഞ്ചിനാണ്. അതൊന്ന് കുളിപ്പിച്ചപ്പോഴേ കാല് ഒന്ന് ക്രോസ്സായി. അത് ശരിക്കും അവൻ്റെ ക്രോസ് ആവുക ഈ കാല് ഇങ്ങോട്ടേക്കാണ് ക്രോസ് ആവുക. അതവന് കുഴപ്പമില്ല. പക്ഷേ ചില സമയത്ത് ഇപ്പം ഞാൻ എണ്ണ തേപ്പിക്കാനും കുളിപ്പിക്കാനൊക്കെ എടുത്ത സമയത്ത് എങ്ങനെയോ ഈ കാല് ഇപ്പുറത്തേക്ക് ക്രോസ്സായി. അങ്ങനെ ക്രോസ്സായി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയെ. പിന്നെ അത് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും അങ്ങോട്ട് പൊക്കോളും, കുഴപ്പമില്ല. പക്ഷേ ഓപ്പോസിറ്റ് ഈ കാല് ഇപ്പുറത്തേക്ക് പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങോട്ട് ടൈറ്റല്ലേ, അപ്പോൾ അതാകെ പ്രശ്നമായിട്ടിരിക്കും. പിന്നാണെങ്കിൽ ആകെ ഒരു ചുണ്ടൊക്കെ വരണ്ടു കരഞ്ഞ് കണ്ണാപ്പി കണ്ണീരൊക്കെ തുടച്ചേ വാവേ ക്യാമറയിലേക്ക് നോക്ക്. കണ്ണൻ കരയാണെങ്കിൽ ക്യാമറ കണ്ണൻ ചിരിക്കുമല്ലോ. ചിരിച്ചേ ഇവിടെ പൊന്നെ ചിരിച്ചേ. കണ്ണനോട് അമ്മയുടെ വീഡിയോ കാണുകയാണ് ഇരുന്നിട്ട് അല്ലേ? അമ്മയുടെ വീഡിയോ കാണുകയാണ് ഇരുന്നിട്ട്. കല്ലുണ്ടി എന്നിട്ടത് കല്ലു നിന്റെ ശരിയാക്കും. അതൊക്കെ എടുത്ത് അമ്മയ്ക്ക് കുത്തിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുണ്ടി എന്നിട്ടാ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. ഇന്നത്തെ വ്ളോഗായിട്ടൊന്നും എടുക്കണമെന്ന് കരുതിയതേ ഇല്ല. പക്ഷേ കണ്ണൻ കരഞ്ഞപ്പോൾ കണ്ണൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ക്യാമറയും കൊണ്ട് വന്നതാണ്. അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളും കൂടി പറയാമല്ലോ. കാരണം ഞങ്ങൾ ടാറ്റ പോകാൻ നിൽക്കുക. കണ്ണനെ അമ്മേനെ അപ്പത്തിൽ കൊണ്ടുപോകാൻ നിൽക്കുക. അവയ്ക്ക് വർത്താനം പറയാനൊന്നും വയ്യ. കുറേ ദിവസമായി വയ്യാണ്ടിരിക്കുന്നത്. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പണി പാളും. കാരണം എനിക്ക് ശ്വാസമൊന്നും കിട്ടാത്ത പോലെ ഭയങ്കര ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ണൻ അമ്മേനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ നിൽക്കുക. ആണോ? അപ്പോൾ ചെല്ലാൻ വേണ്ടി നമ്പറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പോവാം നമുക്ക് കുളിച്ചിട്ട് വരട്ടെ. അതുവരെ അമ്മയുടെ വീഡിയോ കണ്ടിരുന്നു. കണ്ണനെയും അമ്മേനെയും കണ്ടിരുന്നു. ഡ്രസ്സ് ഇട്ട് തരാം, അമ്മ സുന്ദരിയാക്കി തരാം. അപ്പോൾ കണ്ണൻ റെഡിയായി. ചുള്ളനായി ഇല്ലേ? ചുള്ളനായി. സ്വന്തം വീഡിയോ കണ്ട് ചിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വന്തം വീഡിയോ കണ്ട് എന്നിട്ടാണ് അത് മുഖത്തൊക്കെ സ്വന്തം വീഡിയോ നോക്കി ചിരിച്ച് കളിച്ച് കിടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാരാ അതിൽ? ആ വീഡിയോയിൽ ആരാ? കല്യാണിയല്ലേ? എന്തൊരു ഭംഗിയാ കല്യാണീനെ കാണാൻ. എൻ്റെ അമ്മോ, കല്യാണിയുടെ വീഡിയോ കണ്ടാ? കല്യാണിയുടെ ആണോ അത്? ഒരു ഗമയുണ്ടോ കണ്ണൻ്റെ മുഖത്ത്? ഒരു ഗമയുണ്ടോ കണ്ണൻ്റെ മുഖത്ത്? ചെറിയ ഗമ അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടാ. ഒരു ഇച്ചിരിക്കോളം ഗമയൊക്കെ വരുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടാ. അമ്മ വേഗം പോയി റെഡി ആവട്ടെ, അല്ലെങ്കിൽ ഡോക്ടറൊക്കെ എനിക്ക് പോവും. അപ്പം ഞങ്ങൾ ഇറങ്ങാം. ഡ്രൈവറെ കാണാനില്ലല്ലോ. അച്ഛനെ കാണാനൊക്കെ വെയിലടിക്കുന്നു. കണ്ണനിൻ്റെ ഇടയിൽ ഇപ്പം ആദ്യം അടഞ്ഞു കേട്ടാ. കണ്ണൻ്റെ കാലം ആദ്യം ക്രോസായി. കണ്ണൻ ആദ്യം അടഞ്ഞു. ഇപ്പോൾ പറ്റണില്ലേ? വണ്ടിയിൽ ചെന്നിരുന്നാലും വെയിൽ. എന്തൊരു വെയിലാ അമ്പോ. ഒക്കെ പിന്നെ ഫ്രണ്ടിൽ ആരപ്പോടേക്ക് JCB ഓടൊക്കെയാ കാണാ. ഫ്രണ്ടിൽ JCB ഓടൊക്കെയാ കണ്ടാ. JCB കണ്ണൻ്റെ തന്നെ ഇരിക്കണ. JCBനെ നോക്കാൻ കണ്ണൻ തന്നെ ഇരിക്കണ. JCB ഇതേവിടെ JCB കണ്ണനെ തോണ്ടിയെടുക്കുവോ? നോക്കി അതിന്റെ കൊമ്പ് നോക്കി, അതിന്റെ വാല് നോക്കി, JCBയുടെ വാല് നോക്കി.
JCB ഓവർടേക്ക് ചെയ്തു. അശു കണ്ട എന്നിട്ട് ചെയ്യന് കണ്ട JCB മറഞ്ഞു നോക്ക. ഇവിടെ പോയി JCB ഇവിടെ പോയി എവിടെ പോയി കാണാനില്ലേ അവിടെ ദൂരെ കടല് ഭയങ്കര ഇഷ്ടമാണ്. JCBനെ പേടിയാണ് അല്ലേടാ, ഇഷ്ടമാണ് പേടിയാണ്. അയ്യോ കടല് പോകാതെ പട്ടി ഇപ്പൊ ഫ്രണ്ടില് വന്ന് പിടിച്ചതല്ലേ കൊണ്ടത്. പെട്ടെന്ന് ക്രോസ് ചെയ്ത് ആരും ഇടിക്കില്ലേ, നമ്മള് ശ്രദ്ധിക്കണ്ട. ഈ സൈഡിൽ നിന്ന് പട്ടി ഓടി വരുന്നത്. അല്ല എന്നാലും ഇതിന്റെ പെട്ടെന്ന് സാധനം ചാടി എന്ത് ചെയ്യാ? അല്ല ചേട്ടാ, എന്നാലും ഇതിന്റെ ഈ കാറിന്റെ മെറ്റീരിയലൊക്കെ ഇത്തിരി കൂടെ കട്ടിയുള്ളതല്ലേ, പട്ടീനെ ഒക്കെ കൊണ്ടുപോയാൽ അതൊക്കെ ഞളങ്ങൂല്ലേ? ഇത് എന്നിട്ട് കട്ടിയുള്ളത് അത് മറ്റേ ഫൈബറാണത്, പാട്ടില്ല. പട്ടിന്റെ എനിക്ക് ചാടി ഓടിപ്പോണ്. ഞാൻ വിചാരിച്ചു ഇപ്പൊ അവര് വിളിച്ചത് വല്ല ചോര എങ്ങാനായിട്ട് അങ്ങ് കാണിച്ചു തരാനാവും കരുതി. പക്ഷെ പട്ടിയുടെ മേലത് ചോരയൊന്നും വന്നില്ല. പട്ടി ഒന്ന് വീണ് അവിടെ നിന്ന് ചാടിപ്പടഞ്ഞ് എനിക്ക് പോയി. അപകടം മണത്തു. അപകടം എന്ന് പറയാ കയ്യും കാലും ഒരു വിറക്കല്. ഞാൻ കണ്ണനെ പിടിച്ചിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കായിരുന്നിരുന്നു. ടക്കുന്നൊരു സൗണ്ട് കേട്ടു ഇല്ലേ? നീ താഴ്ത്തി പിടിക്കുന്ന അപ്പനോട് എന്നെക്കാളും ഉയരല്ലേ ചേട്ടന്. അപ്പൊ ചേട്ടന് 70-75 കാണാൻ ഇന്നും 12-15 എവിടെ നിന്ന് കല്ലിനാണ് 15 ഇല്ല കണ്ണാൻ 12. 12 ലാസ്റ്റ് ഒക്കെ നിൽക്കും. 11:30-12 ആ ലെവലിൽ നിൽക്കാം. കണ്ണനാണ് പട്ടിമ്മനടിച്ചേ. കണ്ണാ പട്ടിമ്മനെ ആരടിച്ചേ? പട്ടീനെ ആരടിച്ചേ? ഞാനല്ല. ഒയ്യോ ഞാനാണോ പട്ടി? അവൻ എന്നെ നോക്കി ചേട്ടാ പട്ടിമ്പ എവിടെയെന്ന് വെച്ചപ്പോ അവൻ എന്നെ നോക്കിയേ. പൊട്ടിയത് ഇതിപ്പോ എന്നിട്ട് മാറ്റണ്ടേ ഈ നമ്പർ പ്ലേറ്റ്? നമ്മളൊരു മാറ്റൊന്നും വേണ്ട, അതൊക്കെ ശരിയാക്കും. ഇത് പെയിന്റ് അടിക്കും. ഇത് ഒട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിക്കേണ്ടി വരും. ഈ സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ പോയി. അതെന്തൊരു ചെയ്യാൻ ഇവിടെ വലിച്ചു വെക്കേ? സ്ക്രൂ വെക്കേ? അതതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ചേട്ടാ ചോപ്പ കളർ വരുന്നുണ്ട് പെയിന്റ് ഇളകുമ്പോ. മുകളിൽ വേറെ പെയിന്റ് അടിച്ചെന്നാണ്. ഇത് കണ്ട, ഇത് വേറെ പെയിന്റാണ്. അതിന് മുകളിൽ വേറെ അടിച്ചെന്നാണ്. ഇതപ്പോ മുന്നേ ചോപ്പ കളറായിരുന്നാ? കളറുകൾ ബമ്പറും അടിച്ചു. ഇത് വേറെ വണ്ടികളൊക്കെ ആയിരിക്കും ഓർത്ത് വെക്കുന്ന. വെള്ളിയാഴ്ച വൈകുന്നേരം തരാന്ന് നോക്കി. ഓരോ പണി കിട്ടണതേ. അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. അപ്പൊ ഇത്ര നേരം ഞങ്ങള് സംസാരിച്ചും കൊണ്ടിരുന്നത് എന്താന്ന് ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞങ്ങള് ഞാന് കടല് മറ്റേ JCB കാണിച്ചിട്ട് കാറിൽ നിന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തേ ഒരു പടയുന്നോണ്ടൊരു സൗണ്ട് കേട്ടുട്ടാ. എന്നിട്ടൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് നോക്കിയപ്പോ ഫ്രണ്ടിൽ നിന്ന് ഒരു പട്ടി ഓടി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് സംഭവം മനസ്സിലായില്ല.
പട്ടി ഇടിച്ചതാണെന്നുണ്ടെങ്കിൽ പട്ടി എങ്ങനെയായിട്ട് ഓടിപ്പോണേന്ന് കരുതി. പക്ഷെ പട്ടി വട്ടം ചാടിയപ്പോൾ പട്ടീനെ ഇടിക്കാണ്ടിരിക്കണമെങ്കിൽ ചേട്ടൻ വണ്ടി ഒന്നും കൂടെ വെട്ടിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇടിക്കും. അതുകൊണ്ട് ചേട്ടൻ പട്ടീനെ കയറ്റി പോവാണെങ്കിൽ കയറ്റി പോവാന്ന് വെച്ചിട്ട് നേരെ തന്നെ എടുത്തപ്പോൾ പട്ടിയുടെ ഈ ഭാഗം അടിച്ചിട്ട് പട്ടിക്കൊന്നും പറ്റില്ല. പട്ടീൻ്റെ അതിൻ്റെ അടിയിൽ നിന്നിട്ട് ഓടിപ്പോണു സുഖമായിട്ട്. പക്ഷെ വണ്ടിയുടെ ഫ്രണ്ടൊക്കെ ആകെ ഇളങ്ങി, പെയിൻ്റൊക്കെ ആകെ പോയി. ഞാൻ പിന്നെ കാണിച്ചെന്നില്ലേ ആരവസ്ഥയിലേക്ക് ചേട്ടൻ വർഷാപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒരു 10,000-2000 രൂപയുടെ പണി അതുപോലെ ഒന്ന് പെയിൻ്റ് അടിക്കണമെങ്കിൽ അതാക്കണമെങ്കിലൊക്കെ വിളിച്ച് വെച്ചിട്ടുണ്ടായി വർഷാപ്പിലേക്ക്. അപ്പോൾ 2000 രൂപയുടെ പണിയുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ചുമ ഉണ്ടല്ലോ നല്ല രീതിയിൽ. അപ്പോൾ ബ്ലഡും യൂറിനും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല. 2 മണിക്കൂർ പിടിക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ചേട്ടൻ വന്നിട്ട് ഈവനിങ്ങിലൊക്കെ പോയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. വരുന്ന വഴിക്ക് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം അതൊക്കെ വാങ്ങി. അപ്പോൾ ഇത് എത്ര മണിയായി? 2:30 ആയിട്ടാ. ഞാൻ ചോറുണ്ടിട്ടില്ല. ചോറുണ്ടാൻ തോന്നണില്ല. ആകെ വായിക്കൊന്നൊരു സുഖമില്ലാണ്ടേ, ഒരു ടേസ്റ്റ് ഇല്ലാണ്ട്. രാവിലത്തെ ദോശ മാതിരിക്കുന്നുണ്ട്. ഞാൻ വേഗം ദോശ ഉണ്ടാക്കി കുറച്ച് കഴിക്കട്ടെ. വിശക്കണ കണ്ണിന് ഫുഡ് കൊടുക്കായിരുന്നു. കണ്ണുകുട്ടിയുടെ എവിടെയുണ്ട്? കുട്ടിയെ എന്നിട്ടുണ്ടായേ കുട്ടിയെ? എന്നിട്ടത് പള കണ്ണുകുട്ടിയെ വണ്ടിയൊക്കെ ഇടിച്ചത് പറഞ്ഞേ, വണ്ടി ഇടിച്ചതൊക്കെ പറഞ്ഞേ കണ്ണുകുട്ടിയെ. കണ്ണുണ്ട് വലിക്കുന്നുണ്ടല്ലേ. അപ്പേ ഞാൻ വേഗം ചോറുണ്ടാക്കി. ചോറല്ല എന്തെങ്കിലും കഴിക്കട്ടെ, വിശന്നിട്ട് വരില്ല. വണ്ടി ഇടിച്ചു, പട്ടി വട്ടം ചാടി. പട്ടി വട്ടം ചാടി, പട്ടീനെ ഇടിച്ച് വണ്ടി തകർന്നു. അമ്മയ്ക്ക് ചമ്മയ്ക്ക് ഡോക്ടറെ കാണാൻ. എന്ത് കരട്ടെ വന്നോളം വന്ന് വീടല്ലേ കണ്ട. എന്നിട്ട് വണ്ടിയുടെ അവസ്ഥ ആദ്യം ഡ്രസ്സൊക്കെ പോയിട്ട് കുളിക്ക. വാ കുളിക്കാ വാ. കണ്ണൻ ചേട്ടൻ്റെ നോക്കിയേ. അമ്മയുടെ റിസൾട്ട് വാങ്ങാൻ പോയി. അച്ഛൻ കണ്ണൊക്കെ കണ്ണുണ്ട്. ഇപ്പൊ ചായ വെക്കി. ഇത് കല്ലുണ്ട് ചായ. സൂപ്പർ ചായ. നല്ല സൂപ്പർ ചായ ഉണ്ടാക്കാൻ. അയ്യോ അയ്യോ എങ്ങനെ ചായ ഉണ്ടാക്ക? ആദ്യം ഇത്തിരി പാൽ ഒഴിക്കുക, അത് എന്നിട്ട് വറുത്തെടുക്കുക. പാല് വറുത്തല്ല, ആറ്റിയെടുക്കുക. പാലെടുത്തിട്ട് പാല് വറുത്തെടുക്കുക. കണ്ട, പാല് പാത്രത്തിൽ ഒഴിച്ചിട്ട് വറക്ക. അല്ല, പാല് ഒരു പാത്രത്തിൽ ഒഴിക്കുക. എന്നിട്ട് അത് ഇത്തിരി പഞ്ചസാര ഇടാ, ഇത്തിരി ഗുള്, എന്നിട്ട് ചായപ്പൊടി ഇടാ. എന്നിട്ട് നല്ലോണം അളക്കുക. എന്നിട്ട് തിളപ്പിക്കാൻ വെക്കുക. വറക്കണ്ടേ? വറക്കണ്ട. കണ്ട, ആ കല്യാണം ചായ ഉണ്ടാക്കി തരും കേട്ടാ. വായ ഡ്രസ്സൊക്കെ ഒരു കുളിക്കുക. അച്ഛൻ നമ്മുടെ റിസൾട്ട് വാങ്ങാൻ പോയി. അച്ഛൻ വരുമ്പോഴേക്ക് ചായ ഒക്കെ വെക്കട്ടെ. റിസൾട്ടിന് ഒന്നും ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിക്കും. റിസൾട്ട് ബ്ലഡിൻ്റെയും ഇതൊക്കെ നോക്കാൻ കൊടുത്തണ്ടേ. റിസൾട്ട് വാങ്ങാൻ പോയേക്കാം. കണ്ണനിപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു ടോയ്കളും സൗണ്ട് ഉണ്ടാക്കണ കുഞ്ഞുണ്ണികളൊക്കെ യൂസ് ചെയ്യണ സാധനങ്ങളില്ലേ, അതൊക്കെയാണ് ഇഷ്ടം. എന്നാലും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ടോ പോവാൻ നേരത്തെ അവൻ എന്തോ ടോയ് പിടിച്ച് കളിച്ച് കിടക്കായിരുന്നേ. ഇതായിരുന്നു തോന്നുന്നു. എന്നിട്ട് അത് കൊണ്ടുപോകണം പറഞ്ഞിട്ടുള്ള വാശിയൊക്കെ കണ്ടപ്പോൾ ഇത് പിടിച്ച് കളിച്ച് കിടക്കായിരുന്നു. അയ്യേ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ടോയൊക്കെ കളിക്കുമോ? ക്രിക്കറ്റൊക്കെ കളിക്കണ്ടേ? ബാറ്റ് ഫുട്ബോളൊക്കെ വേണ്ടേ? അയ്യേ. അപ്പോൾ വണ്ടിയൊക്കെ തട്ടിയിട്ട് ആകെ ഷോക്കായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഈ വണ്ടി ഇങ്ങനെ അതെവിടെയും തട്ടിയതൊന്നുമല്ല. ആ പട്ടി കുറുകെ ചാടിയതാണ് കാരണം. എന്നാലും നമുക്ക് ആകെ ഒരു കൈയും കാലൊക്കെ വിറച്ച് പോലെ. പിന്നെ എന്ന് പറഞ്ഞൊരു 4,000-4,500 അങ്ങനെ ഒരു രൂപയുടെ പണി വന്നല്ലോ. ഫ്രണ്ടിലിട്ട് അതൊക്കെ ഞളങ്ങി പെയിൻ്റ് അത് ഇങ്ങനെ ആകെ ഞളങ്ങിയത് കാരണം അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ബമ്പറാ ആ ഫ്രണ്ടിലത്തെ സാധനം അത് മുഴുവനായിട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ട്
അതും പുതിയതായി അത് അങ്ങനെയൊക്കെ ആയിട്ട് ആകെ എന്താ പറയാ വണ്ടിയിലേ പട്ടി വണ്ടിയിൽ കയറണമെങ്കിൽ പട്ടിക്ക് വിളിച്ചാൽ പോരെ, നമ്മളൊന്ന് കൈ കാണിച്ചാൽ പോരായിരുന്നു. ആ പട്ടിയുടെ വീട് അറിയാമെങ്കിൽ പോയിട്ട് അവരോട് പറയായിരുന്നു പട്ടി ഞങ്ങളുടെ വണ്ടി കേടാക്കിയെന്ന്. പട്ടിയുടെ വീടറിയോ? പട്ടിയുടെ വീടാണോ? കാണാനെ വീടാ നമുക്ക് അതിൻ്റെ പട്ടിയുടെ വീട് അന്വേഷിച്ച് വരാൻ പറയാം. പോയിട്ട് ആ കൊറ്റനല്ലൂര് അവിടുന്ന് ആ വെളയനാട് ഭാഗത്തെങ്ങാണ്ടാണ് ഒന്ന് അന്വേഷിച്ചിട്ട് വരും പട്ടിയുടെ വീട്. ചെല്ലുവോ? ഏട്ടാ അവർ വീട്ടുകാരോട് പറഞ്ഞു ഞങ്ങളുടെ വണ്ടി കേടാക്കിയെന്ന് കളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ നീട്ടി വലിച്ച് കൊണ്ടുപോയില്ല, ഞാൻ വർത്താനം പറയാറുന്ന കഥയൊക്കെ പറഞ്ഞിരിക്കും. അല്ലെങ്കിൽ നീട്ടി വലിച്ച് കൊണ്ടുപോകണമെന്നില്ല. വണ്ടി ഇനി റെഡി ആക്കിയിട്ട് വേണം ഇനി കാണാൻ പിന്നറയിലൊക്കെ പോകാനായിട്ട്. വണ്ടി കിട്ടാൻ കുറച്ച് ദിവസമൊക്കെ പിടിക്കും. വർക്ക്ഷോപ്പിൽ അത് പെയിൻറ്റിങ്ങിൻ്റെ ഒക്കെ എന്തോ പണിക്കാർ കുറവാണെന്ന് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരാഴ്ചയൊക്കെ പിടിക്കുന്നു പറഞ്ഞത് എനിക്ക് കിട്ടാനായിട്ട്. നിർത്താ, ടാറ്റ പറയും. ടാറ്റ ബൈ ബൈ ചെയ്യൂ. ആശുപത്രിയിൽ കൊണ്ടുപോയത് അമ്മേനെ വണ്ടി ഇടിച്ച് വന്ന് ഇരിക്കേണ്ടി വന്നു എന്നിട്ട് പറയാ ഇടിവെട്ടി എൻ്റെ തലയിൽ തേങ്ങ വീണോന്നോ പാമ്പ് കടിച്ചു എൻ്റെ തലയിൽ തേങ്ങ വീണെന്നോ എന്തൊക്കെ പറയില്ലേ. ആ ഒരു സംഭവമാണ് ഇപ്പം ഞങ്ങൾക്ക് ഉണ്ടായതല്ലേ. കാരണം ഹോസ്പിറ്റലിൽ പോയതാ, ആംബുലൻസിന് വണ്ടി ഇടിച്ച പോലെ ഇപ്പം. ടാറ്റ ബൈ ബൈ.